ഐശ്വര്യടുത്ത് ഇത് എവിടെ ഒളിച്ചു പോകുന്നേ? ഇന്നലെ ഇതുപോലെ ഒളിച്ചു പോകുന്ന കണ്ടല്ലോ. നോക്കിട്ട് തന്നെ കാര്യം. എന്താ ഇത്? എന്തെങ്കിലും രഹസ്യം പറയാനാണോ? മിഷൻ വന്ദന സൂപ്പർ വിജയം. തുടക്കം മുതൽ ഈ നിമിഷം വരെ നമ്മൾ വിജയിച്ചു. ശ്യാമയെങ്കിലും എനിക്ക് തോന്നുന്നത് 2 ആഴ്ചക്കുള്ളിൽ അടിച്ചു പിരിയും. കുറച്ചു നേരത്തെ അവിടെ രണ്ടുപേരും കൂടി പൊരിഞ്ഞ അടിയും ബഹളമായിരുന്നു. അഖില അടുത്ത് ചെല്ലാൻ തുടങ്ങിയപ്പോഴേ അഖിൽ സർ ദേഹത്ത് തൊടലേന്ന് ഷൗട്ടിംഗ് ആയിരുന്നു. എങ്ങനെ ഷൗട്ട് ചെയ്ത്? ഒന്നുകൂടെ അഭിനയിച്ച് കാണിച്ച്. അഖിൽ സർ ദേഹത്ത് തൊടല്ലേ. പല മണ്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു ഭൂലോക മണ്ടിയെ ഞാൻ ആദ്യമായിട്ടാ പരിചയപ്പെടുന്നത്. അവളുടെ സ്വഭാവം അങ്ങനെയാ. ലോകത്തുള്ള ബാക്കി എല്ലാരും അവളെ പോലെയാണെന്നാ അവളുടെ വിചാരം. എല്ലാവരും അവളെ പോലെ സത്യം, ന്യായം, നീതി, ഭക്തി അങ്ങനെ അങ്ങ് പോകുന്നവരാണെന്ന്. ഞാൻ അന്ന് അവളുടെ ഫോട്ടോ കണ്ടപ്പോഴേ പറഞ്ഞതല്ലേ അവൾ ഒരു നിഷ്കളങ്കയാണെന്ന്. അവളുടെ സ്ഥാനത്ത് ഞാനിങ്ങനായിരുന്നെങ്കിലേ ആദ്യ ദിവസം തന്നെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കുമായിരുന്നു. അവൾ ഇനി അഥവാ അറിയുകയാണെങ്കിൽ തന്നെ അതിനിടയ്ക്ക് കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയിട്ടുണ്ടാവും. അവൾ ഇപ്പൊ തന്നെ അഖിലിനെ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞു. അഖിലിനി തിളച്ചെണ്ണയില് കൈമുക്കി സത്യം ചെയ്താലും അവൾ വിശ്വസിക്കില്ല. കാണിച്ചു തരാം ഞാൻ. എന്നോടാ കളി. അങ്ങനെ മിഷൻ സക്സസ്. അവരെന്നെ പറ്റിച്ചതില് എനിക്ക് വിഷമമൊന്നുമില്ല എന്റെ കണ്ണ. കാരണം എന്റെ അഖിൽ സാറ് നിഷ്കളങ്കനാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞല്ലോ. മതി. ഒക്കെ വന്ദനയുടെ ഐശ്വര്യയുടെ നാടകമാണെന്ന് ഞാൻ നേരിട്ടറിഞ്ഞു. പാവം എന്റെ അഖിൽ സാർ. ഞാൻ ചില സമയങ്ങളിൽ കുറച്ചൊക്കെ തെറ്റിദ്ധരിച്ചു പോയി. എല്ലാ സംശയം ഇന്ന് മാറി കണ്ണ. പേടിക്കണ്ട, നിന്റെ അഖിൽ സാർ നിന്നെ ഒരിക്കലും ചതിക്കില്ല. ഹലോ മാഡം, വാ വരൂ. ഇരിക്കൂ.
സീ കേരളം ചാനലിൽ നിന്ന് ഞങ്ങളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരിക എന്ന് വെച്ചാ അതൊരു വലിയ അംഗീകാരമാ. ഒരു പ്രധാനപ്പെട്ട കാര്യം, അതുകൊണ്ടാ നേരിട്ട് വന്ന് സംസാരിക്കാന്ന് പറഞ്ഞത്. വിസ്മയെക്കുറിച്ച് ഒരു ഡോക്യുമെന്ററി സീ കേരളം ചാനൽ സംപ്രേഷണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. താങ്ക് യു സോ മച്ച്. സീ കേരളത്തിൽ ഇന്റർവ്യൂ വരിക എന്ന് വെച്ചാ അത് ഇരട്ടി അംഗീകാരമല്ലേ? മകളിൽ ഒരു ഗായികയുണ്ടെന്ന് അരുന്ധതി മാഡം എങ്ങനെയാ തിരിച്ചറിഞ്ഞത്? ഗായിക ആകാനുള്ള പരിശീലനം, അങ്ങനെ ഒരു ഇന്റർവ്യൂ. അല്ല, എന്ന് വെച്ചാ ഇന്റർവ്യൂ മാത്രമല്ലേ ഉള്ളൂ? വെറും ഇന്റർവ്യൂ. ഞങ്ങളുടെ ആങ്കർ ചോദ്യം ചോദിക്കും, വിസ്മയം മറുപടി പറയണം. വിസ്മയെ പോലൊരു ഗായികയുടെ ശബ്ദം ഇന്റർവ്യൂ രൂപത്തിലാണെങ്കിലും കേൾക്കുക എന്ന് വെച്ചാൽ പ്രേക്ഷകർക്ക് അത് നല്ലൊരു അനുഭവമായിരിക്കും. ഈ പ്രോഗ്രാമിലൂടെ വിസ്മയ്ക്ക് കിട്ടുന്ന മൈലേജ് വളരെ വലുതായിരിക്കും. അറിയാം, ഞങ്ങൾക്കറിയാം. എന്തായാലും ഈ ഒരു അവസരത്തിന് വലിയൊരു നന്ദി. യു ആർ വെൽക്കം. ഇന്റർവ്യൂവിന്റെ തീയതിയൊക്കെ ഞങ്ങൾ പുറകെ അറിയിക്കാം. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ഒരു മിനിറ്റ്, കുടിക്കാൻ ചായയോ ജ്യൂസോ എടുക്കട്ടെ? ഒന്നും വേണ്ട മാഡം. ശരി, അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി Thank you. താങ്ക് യു. വാ മമ്മി. മമ്മി, അയ്യോ, നിക്ക് ഇങ്ങ് വന്നേ. ഓ, അഖിൽ സാറിന് കൊടുക്കാൻ കൊണ്ടുപോകാണോ? അതെ, ആ, പറഞ്ഞിട്ടില്ലേ, കോളേജിൽ പഠിക്കുമ്പോഴേ ക്യാൻറ്റീനിൽ പോയാ ചായ ഞാൻ തന്നെ കൊണ്ട് കൊടുക്കണം. അത് അഖിലിന്റെ ഒരു ശീലമാ. അയ്യോ, അഖിൽ സാറ് പറഞ്ഞിട്ടുണ്ട്. ആ, വന്ദനയുടെ കൈ കൊണ്ടൊരു ചായ കിട്ടിയാലേ അന്നത്തെ ദിവസം ആകെ ഉഷാറാണെന്ന്. അഖിൽ അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞോന്നോ? എന്റെ കുട്ടിയെ, അല്ല എന്റെ ടീച്ചറെ, ടീച്ചറിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയോണ്ടല്ലോ അഖിൽ സാറിന് 100 നാവാ. ആ, ഞാനൊരു മരമണ്ടിയാണെന്നാ സാറ് പറയുന്നേ. വന്ദന ടീച്ചറുടെ തലയിൽ നല്ല ഒടുക്കത്ത ബുദ്ധിയാണെന്ന്. ശ്യാമ ഭയങ്കര കോമഡി ആണല്ലോ ഇന്ന്. ചില ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെയാ. കോമഡി പറഞ്ഞു തുടങ്ങിയ പിന്നെ ഉണ്ടല്ലോ, പിന്നെ എന്നെ പിടിച്ചാ കിട്ടൂല. ഷോ, ഇനി എന്തൊക്കെ കോമഡി ടീച്ചർ കേൾക്കാൻ കിടക്കുന്നറിയോ? അയ്യോ, എന്റെ കാര്യം. ആ, ഇങ്ങതാ ചായ, ഇങ്ങതാ. വേണ്ട, ഞാൻ തന്നെ കൊടുത്തോളാം. കുഴപ്പമില്ലെന്നേ, ഞാൻ കൊടുത്തോളാം. കൊള്ളാലോ. പോട്ടെ. എന്താടാ ഇതെന്ത് പറ്റി? ആദ്യമായിട്ട് കാണുന്ന പോലെ പതിവില്ലാത്ത ഒരു സന്തോഷം. കുറച്ചു ദിവസം ടെൻഷൻ ആയിരുന്നല്ലോ. മനസ്സാകെ ശാന്തമായൊരു ദിവസം. എന്നുവെച്ചാ മനസ്സിലായില്ല. ആ ശാന്തത എന്താന്ന് എനിക്ക് മാത്രം മനസ്സിലാവൂ. ഏതായാലും ചായ തന്നെ. സാധാരണ എനിക്ക് കുറച്ച് മടിയും ചമ്മലും ഒക്കെ ഉള്ളതാ. പക്ഷേ ഇന്ന് ഞാൻ ഇത് അത്ഭുതമാണല്ലോ. ഇന്ന് എന്തായാലും മഴ പെയ്യും. എന്തൊക്കെ അത്ഭുതങ്ങളെ കാണുന്നത്. ഇന്ന് വെറും മഴയല്ല, ഇടിവെട്ടി മഴയാ പെയ്യാൻ പോകുന്നത്. മൊത്തത്തില് ഒന്നും പിടികിട്ടുന്നില്ലല്ലോ. അതിരിക്കട്ടെ, പഠിക്കാൻ പോകുന്നില്ലേ? ആ, ഞാൻ പഠിക്കാൻ തുടങ്ങുകയാണ് സർ. പക്ഷേ വന്ദനയല്ല എന്റെ ടീച്ചർ. ഞാനാ എന്നെ പഠിപ്പിക്കാൻ പോകുന്നത്. പിന്നെ സാറും പഠിപ്പിക്കുമല്ലോ.
സാറ് പറയാറില്ലേ ആത്മവിശ്വാസം, അതെനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഞാൻ പഠിത്തത്തിലങ്ങ് മുഴുകാൻ പോവാ. ആ എന്താടോ, വന്ദന തന്നെ പഠിപ്പിക്കുന്നത് ശരിയാവുന്നില്ലേ? ഞാൻ പറയാം സാർ, പക്ഷെ സാറ് സമാധാനമായിട്ട് കേൾക്കണം. പറ. ശ്യാമേ, പഠിക്കാൻ വരുന്നില്ലേ? എന്നോട് എന്തിനാ ടീച്ചർ എങ്ങനെ ചെയ്തത്? എന്താ ശ്യാമേ? അഖിലെ, ശ്യാമയ്ക്ക് ഇതെന്ത് പറ്റി? ചോദിച്ചതിന് ഉത്തരം പറയൂ ടീച്ചർ. എന്നോട് എന്തിനാ ടീച്ചർ ഇങ്ങനെ ചെയ്തതെന്ന്? ഞാൻ അറിഞ്ഞോ അറിയാതെയോ ടീച്ചറിനൊരു ദ്രോഹം ചെയ്തിട്ടില്ല. ചതിയല്ലേ ടീച്ചർ എന്നോട് ചെയ്തത്? ഒരു മണ്ടിയെ, എന്നെ പോലൊരു ഭൂലോക മണ്ടിയെ ചതിച്ചിട്ട് എന്ത് ലാഭം ടീച്ചറിനുണ്ടായത്? ശ്യാമ, താഴേക്ക് വന്നോളൂ, ഞാൻ അവിടെ ഉണ്ടാവും. നിക്കവിടെ. ശ്യാമ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് പോയാ മതി. ഉത്തരം പറഞ്ഞിട്ടേ വിടൂ. ഞാൻ പോയിട്ട് പിന്നെ ഏയ്, എന്താ ഇത്? ഞാൻ ഒച്ച വെക്കും. അഖിലെ, ഞാൻ പോലീസിൽ പരാതിപ്പെടും. ആയിക്കോ. പക്ഷെ ഇവിടെ ഇപ്പോ ഇതാണ് പോലീസ് സ്റ്റേഷൻ, ഇതാണ് കോടതി. ജഡ്ജാരെന്നറിയോ? കണ്ടില്ലേ, ദാ നിൽക്കുന്നു. ഇവിടെ നടന്നതെല്ലാം കണ്ടറിഞ്ഞ ഈ ദേവൻ, ശ്യാമയുടെ ദേവൻ, ആ ദേവനാ വിധി പറയാൻ പോകുന്നത്. ദൗത്യത്തിന്റെ പേര് കൊള്ളാം, മിഷൻ വന്ദന. എന്റെ പൊന്നു മിഷൻ വന്ദനെ, നീ കേട്ടോ, കാത് തുറന്നു കേട്ടോ. നീയും ഐശ്വര്യടത്തും ചേർന്ന് ശ്യാമയെ തോൽപ്പിക്കുകയല്ല, ജയിപ്പിക്കുക ചെയ്തിരിക്കുന്ന. എന്തെന്നറിയാവോ? ശ്യാമ ഒരു തീരുമാനം എടുത്തു. തനിയെ പഠിക്കാൻ പോവാന്ന്. ശ്യാമ തന്നെയാ ശ്യാമയുടെ ടീച്ചർ. ഇത്രയും കാലം എന്റെ ഭാര്യയ്ക്ക് ഒരു കുറവുണ്ടായിരുന്നു, ആത്മവിശ്വാസത്തിന്റെ കുറവ്. ആ കുറവ് നീ പരിഹരിച്ചു. അതിനെ എനിക്ക് നിന്നോട് നന്ദിയുണ്ട്. നീ വന്നത് മുതൽ എനിക്ക് ചെറിയ സംശയം തുടങ്ങിയതാ. പക്ഷേ നിന്റെ താളത്തിനൊത്ത് ഞാൻ നിന്നു. എന്തിനാന്നറിയോ? കുറച്ചു നേരത്തെ ശ്യാമ എന്റെ അടുത്ത് പറഞ്ഞ ആ വാക്ക് കേൾക്കാനായിട്ട്. അഖിൽ സാറേ, ഞാൻ സ്വന്തമായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാമെന്ന വാക്ക്, ആ വാക്ക് കേൾക്കാനാ നിന്നെ നിന്റെ വഴിക്ക് വിട്ടത്. ഞാൻ ഉദ്ദേശിച്ചത് നടന്നു. ഇതെന്തെന്നറിയോ? ഞാൻ കെട്ടിയ താലിയാ. ഞാൻ നിന്നോട് ഇതേക്കുറിച്ച് പറഞ്ഞതായിരുന്നു. താലി ഭാര്യയുടെ അഭിമാനത്തെക്കാളും ഭർത്താവിന്റെ അഭിമാന. ഇത് ഈ കഴുത്തിലുള്ളിടത്തോളം കാലം ലോകത്തൊരാളുടെ മുമ്പിലും തോറ്റു കൊടുക്കാൻ എന്റെ ശ്യാമയെ ഞാൻ വിട്ടുകൊടുക്കില്ല. ഇവളുടെ സൗന്ദര്യത്തെക്കുറിച്ചും നിറത്തെക്കുറിച്ചുമൊക്കെ പരോക്ഷമായി കളിയാക്കുണ്ടായി. ഈ പാവ അതിലങ്ങ് വേവലാതിപ്പെട്ടു. എന്നെപ്പോലൊരു ഭർത്താവിനെ സംബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും നല്ല നിറം സ്വന്തം ഭാര്യയുടെ നിറവാ. ലോകത്തിലെ ഏറ്റവും നല്ല ശരീരം സ്വന്തം ഭാര്യയുടെ ശരീരമാണ്. ഇവളുടെ തലമുടി നരച്ചാലും, തൊലി ചുളുങ്ങിയാലും, പല്ല് പൊഴിഞ്ഞാലും, ശരീരം വികൃതമായാലും, എന്നെ സംബന്ധിച്ച് ഭൂമിയിലെ ഏറ്റവും വലിയ സുന്ദരി എന്റെ ഭാര്യ തന്നെയാ. എനിക്കുറപ്പുണ്ട്, നിന്നെ ഇങ്ങോട്ട് വരുത്തിയത് ശ്യാമയുടെ ഈ ദേവനാ. നേരത്തെ പറഞ്ഞില്ലേ ശ്യാമയുടെ ആത്മവിശ്വാസക്കുറവ്.
അത് തീർക്കാൻ നിന്നെ വരുത്തിയത് ഈ ദേവൻ തന്നെയാ. ഇത് ശ്യാമയുടെ ദേവനാ. ശ്യാമയ്ക്ക് സംരക്ഷണം കൊടുത്ത് സദാ കൂടെയുണ്ട്. നന്മ ചെയ്യുന്നവർക്ക് വാരിക്കോരി അനുഗ്രഹം കൊടുക്കും, തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുകയും ചെയ്യും. ശ്യാമയെ ദ്രോഹിച്ച നിനക്ക് ആരൊക്കെ മാപ്പ് തന്നാലും ഈ ദൈവം മാപ്പ് തരുമെന്ന് കരുതണ്ട. നിന്നെക്കുറിച്ച് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. അച്ഛനും അമ്മയും 3 മക്കളും, നീ ഇളയവൾ. അന്നത്തെ കോളേജ് പഠനം കഴിഞ്ഞ് നീ വഴിതിരിഞ്ഞു പോയി, കൂട്ടുകെട്ടുകൾ മാറി. അക്കാദമിയിൽ അധ്യാപികയാണെങ്കിലും ഇതുപോലുള്ള കൊട്ടേഷനാണ് നിനക്ക് പ്രധാനം. നീ പറ്റിക്കുകയും ചതിക്കുകയും ചെയ്യുന്നത് ആരാന്നറിയാവോ? നിന്റെ മനസാക്ഷിയാ. മനസാക്ഷിയുടെ ചോദ്യങ്ങളിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഓ, പോയി അടുത്താരെങ്കിലും അന്വേഷിച്ച് ചതിക്കാൻ നോക്ക്. ശ്യാമേ, എന്നോട് ക്ഷമിക്കണം. ശ്യാമേ, മാപ്പ്. എന്നോട് ക്ഷമിക്കണം. ഈ കണ്ണീര് കണ്ടപ്പോഴേ എന്റെ വിഷമമൊക്കെ മാറി. നന്നായിട്ട് ജീവിക്കുക, അതേ എനിക്ക് പറയാനുള്ളൂ. എന്റെ ഭഗവാനെ, എന്നോട് ക്ഷമിക്കണേ. എല്ലാം നേരായില്ലേ? ആ വന്ദനെ, കാര്യങ്ങളൊക്കെ നമ്മളെ പ്രതീക്ഷിച്ചതിലും ഗംഭീരമായിട്ട് വിജയിച്ചോണ്ടിരിക്കുക. നമ്മള് തകർക്കും വന്ദനെ. അവളെ തകർത്ത് തരിപ്പണമാക്കും. ആ, നീ എന്താ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാണോ? എങ്ങോട്ട് പോവാ? ഞാൻ തിരിച്ചു പോന്നു. തിരിച്ചു പോകുന്നു വെച്ചാ? എന്റെ വീട്ടിലേക്ക്. അതെങ്ങനെ പോവും? ഇവിടുത്തെ മത്സരം കഴിയണ്ടേ? ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ചെയ്തു തീർക്കാൻ. അതുമല്ല, ഞാൻ കമ്പനിയുടെ തലപ്പത്ത് വരുന്നത് നിനക്ക് കാണണ്ടേ? അതിന് കമ്പനിയുടെ തലപ്പത്ത് വരാൻ പോകുന്നത് ശ്യാമയല്ലേ? നിനക്ക് എന്താ പറ്റിയത്? പരസ്പര ബന്ധമില്ലാതെ ഓരോന്ന് പറയുന്നു. എന്താ നിന്റെ പ്രശ്നം? ഞാൻ പോകുന്നു, അത്ര തന്നെ. ഹ, ഓഹോ, ശത്രുപക്ഷത്ത് ചേർന്ന് എന്നെ തോൽപ്പിക്കാൻ നോക്കാണല്ലേ? ജഗനങ്ങളുമായിട്ടാ നീ പ്രധാനമായിട്ടും കരാറുണ്ടാക്കിയേക്കുന്നത്. ആ കരാറ് പൂർത്തിയാക്കാതെ പോയാ ജഗനങ്ങള് നിന്നെ വെച്ചേക്കുന്നാണോ നീ കരുതുന്നേ?